ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ വണ്ടർഫുൾ ഐഡിയസ്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഇതുപോലത്തെ നല്ല ഹെൽത്തിയും തിക്കുമായിട്ടുള്ള നല്ല അടിപൊളി ടർട്ടിൽ വൈൻ എങ്ങനെ നമുക്ക് പ്ലാൻ ചെയ്ത് വന്ന അടിപൊളിയായി ഇതുപോലെ തന്നെ ഹാങ് ചെയ്ത് നിൽക്കുന്ന വീഡിയോയുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല യൂസ്ഫുൾ ആയിരിക്കും. ചെടിയായിട്ട് ഇഷ്ടമുള്ളവർക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടുന്നതാണ്. എന്നാൽ ഈ ചാനലിലെ വീഡിയോ നിങ്ങൾ ആദ്യമായി കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഷെയർ ചെയ്ത് എല്ലാവരിലും ഇതെത്തിക്കുക. എന്നാൽ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമ്മളുടെ വീടിനെ ഏറ്റവും മനോഹരമാക്കുന്നത് ഗാർഡൻ തന്നെയാണ്. ബട്ട് അതിലുപരി മനോഹരമാക്കും ഈ ടർട്ടിൽ വൈൻ. ഏറ്റവും ഫാസ്റ്റായിട്ട് ഗ്രോ ആവുന്ന ഈ പ്ലാന്റ് ആണ് ടർട്ടിൽ വൈൻ. ഇത് കാണാനും നല്ല ഭംഗിയാണ്. ഇതിങ്ങനെ തൂങ്ങി കിടക്കുന്നത് കൊണ്ട് തന്നെ ഇതിന് കാണാൻ വളരെ നല്ല ഭംഗി തന്നെയാണ്. ഈ ചെടി ആർക്കും പെട്ടെന്ന് തന്നെ പ്രൊപ്പഗേറ്റ് ചെയ്യാവുന്നതാണ്. അത് എങ്ങനെയാണെന്നും അത് എത്ര പെട്ടെന്ന് ചെയ്യാമെന്നും ഒക്കെ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഇതിൻ്റെ ഫെർട്ടിലൈസിങ്ങും ഡ്രിമ്മിങ്ങും ഒക്കെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതെങ്ങനെ നനച്ചു കൊടുക്കണമെന്നും എത്ര നനച്ചു കൊടുക്കണമെന്നൊക്കെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഈ വീഡിയോ മുഴുവനായിട്ട് കാണേണ്ടതാണ്. ഈ ചാനലിൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എന്നാൽ നമുക്ക് ഇനി നമുക്ക് ഈ ചെടി എങ്ങനെ നടാമെന്ന് നോക്കാം. ഇതിനു വേണ്ടി തുല്യ അളവിലായിട്ട് ചകിരിച്ചോറ്, ഇതാണ് ചകിരിച്ചോറ്, പിന്നെ ചാണകപ്പൊടി, പിന്നെ മണ്ണ്, ഇത് മൂന്നുമാണ് തുല്യ അളവിൽ എടുക്കേണ്ടത്. ഇതാണ് മണ്ണ്. എന്നിട്ട് ഇത് മൂന്നും നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. മണ്ണും ചകിരിച്ചോറും പിന്നെ നമ്മുടെ ചാണകപ്പൊടിയും നന്നായി ഇപ്പോൾ മിക്സായി വന്നിട്ടുണ്ട്. ഇതുപോലെ നന്നായി മിക്സ് ചെയ്യുക. എന്നിട്ട് ഹോളിട്ട ഹാങ്ങിങ് പോട്ട് എടുക്കുക. എന്നിട്ട് അതിലേക്ക് അല്പം കല്ലുകൾ ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിന് ശേഷം ചകിരിത്തൊപ്പ് ഇതുപോലെ അല്പം എല്ലാത്തിലും ഇട്ട് കൊടുക്കുക. ഇനി നമ്മൾ തയ്യാറാക്കി വെച്ച മിക്സ് ചെയ്ത ആ മണ്ണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇത് മുഴുവനായിട്ട് ഇടരുത്, ഒരു 1/4 ഭാഗം മാത്രമേ ഇടാവൂ. ഇതാണ് ഞങ്ങളെ വീട്ടിൽ ആദ്യമായി ഉണ്ടാക്കിയ മദർ പ്ലാന്റ്. ഇതിൽ നിന്നാണ് ഞങ്ങൾ എല്ലാ ടർട്ടിൽ വൈൻ കുഴിച്ചിടാനുള്ളതിൽ നിന്നും എടുക്കാറ്. ഇതിൽ നിന്ന് നല്ല തിക്കായിട്ടുള്ളത് തന്നെ എടുക്കണം. നല്ല ആരോഗ്യമുള്ള ഒരു ചെടി തന്നെ എടുക്കണം. എന്നാലേ നമ്മളുടെ ടർട്ടിൽ വൈൻ നല്ല തിക്കായും ഹെൽത്തിയായും വളരുകയുള്ളൂ. ഇനി നമുക്ക് മുറിച്ചെടുത്ത ഈ പ്ലാന്റ്സ് നമുക്ക് ഇതിലേക്ക് ഇതുപോലെ വെച്ച് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് വളവും ഒന്നും ചേർക്കാത്ത വെറും മണ്ണ് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇത് അല്പം വെള്ളം നനച്ചു കൊടുക്കാം. ഇതുപോലെ അല്പം നനച്ചു കൊടുത്താൽ മതി. വെള്ളം അധികം ചേർത്ത് കൊടുത്താൽ ചീഞ്ഞു പോകാനുള്ള സാധ്യതയുമുണ്ട്. പിന്നെ മുകളിലിടുന്ന മണ്ണ് വളമില്ലാത്തതുമാകണം. എല്ലാ ദിവസവും ഒരു നേരമെങ്കിലും നനച്ചു കൊടുക്കണം. പിന്നെ നനച്ചു കൊടുക്കുമ്പോൾ ഹാങ് ആയി കിടക്കുന്ന ചെടിയുടെ മേലേക്കും നമ്മൾ സ്പ്രേ ചെയ്തിട്ടോ അല്ലെങ്കിലോ വെള്ളം നനച്ചു കൊടുക്കേണ്ടതാണ്.
ഇത് പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഡ്രിം ചെയ്ത് കൊടുക്കണം. ആ ഡ്രിം ചെയ്ത പ്ലാന്റ് തന്നെ ഈ ഹാങ് പ്ലാന്റിന് മുകളിൽ ഇട്ട് കൊടുത്ത് അതിൻ്റെ മുകളിൽ കുറച്ചും കൂടി മണ്ണിട്ട് കൊടുക്കണം. അപ്പോൾ ഇത് നല്ല തിക്കായിട്ടും പിന്നെ കുറേ ഇത് വളരുന്നതാണ്. ആഴ്ചയിൽ ഒരിക്കൽ ചാണകം കലക്കിയ വെള്ളം നമ്മൾ ആ ഹാങ്ങായി കിടക്കുന്നതിൻ്റെ മുകളിലും ചെടിയിലേക്കും സ്പ്രേ ചെയ്ത് കൊടുക്കണം. എന്നാലേ നമ്മുടെ ടേർട്ടിൽ വൈൻ ഇപ്പോൾ ഇതാ നിങ്ങൾ കാണുന്നത് പോലെ നന്നായി തിക്കായിട്ടും ഹെൽത്തി ആയിട്ടും ഉണ്ടാവുകയുള്ളൂ. പിന്നെ ഇതിൻ്റെ ഫെർട്ടിലൈസർ ആയിട്ടുള്ളത് ആഴ്ചയിൽ ഒരിക്കൽ നമ്മൾ അരി കഴുകിയ വെള്ളം ഇതിലേക്ക് നനച്ചു കൊടുക്കണം. അതും ഇതിനെ നന്നായി തിക്കായി വളർത്തും. നേരിട്ട് സൂര്യപ്രകാശം തട്ടുന്ന ഇടത്ത് വെക്കരുത്, എന്നാൽ സൂര്യപ്രകാശം തട്ടണം. അതുപോലെ നിങ്ങൾ വെക്കുക, എന്നാലേ ഇത് നന്നായി വളരുകയുള്ളൂ. ഈ വീഡിയോയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യേണ്ടതാണ്. ഞങ്ങൾ അതിന് റിപ്ലൈ തരുന്നതാണ്. എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ഇതിൽ പറഞ്ഞതുപോലെ തന്നെ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങളിപ്പോൾ കാണുന്നത് പോലത്തെ നല്ല ടേർട്ടിൽ വൈൻ ഉണ്ടായി വരും. എന്നാൽ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എന്നാൽ നമുക്ക് അടുത്ത വീഡിയോ കാണും വരേക്കും. ബൈ.